കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു LED എങ്ങനെ മിന്നിത്തെളിയും എന്നതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ഇതിന് സമാനമായി LED പകരം ഒരു ബസർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടുന്നത് ബസർ വേണം. ഇതിൽ കണക്ട് ചെയ്യുന്നതിന് 3 ജമ്പർ വയറുകൾ, മെയിൽ ടു ഫീമെയിൽ 3 ജമ്പർ വയർ, ആർഡിനോ കണക്ട് ചെയ്യുന്നതിന് ഡാറ്റ കേബിളും വേണം. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ VCC, ഇൻപുട്ട് ഔട്ട്പുട്ട്, IO, GND ഗ്രൗണ്ട് 3 പിന്നുകൾ നമുക്ക് കാണാം. ഇതിൽ ഞാൻ മെയിൽ ടു ഫീമെയിൽ ഒരു വയറ് ഞാനിവിടെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ഒരു വയറ് ഇൻപുട്ട് ഔട്ട്പുട്ട് IOയിൽ കണക്ട് ചെയ്തു. മറ്റൊരു വയറ് VCCയിലും കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ വയറുകൾ ഒന്നൊന്നായിട്ട് ആർഡിനോയിൽ കണക്ട് ചെയ്യുന്ന VCCയിൽ നിന്ന് വരുന്ന വയറ് നമ്മുടെ ആർഡിനോയിലെ 5 വോൾട്ട് പിന്നിലേക്കും, VCC എന്ന് വരുന്നത് 5 വോൾട്ടിലേക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിജിറ്റൽ പിന്ന് 8ൽ കണക്ട് ചെയ്യുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ പിന്ന് 8ൽ ഞാൻ കണക്ട് ചെയ്തു. ഗ്രൗണ്ട് GND ഗ്രൗണ്ടിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് ബസറിലെ കണക്ഷൻ, ബസർ ആർഡിനോയുമായി കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ആർഡിനോ ലാപ്പിലേക്ക് കണക്ട് ചെയ്ത് പിക്ടോബ്ലോക്സിൽ പ്രോഗ്രാം നൽകി അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. മുൻ പ്രവർത്തനങ്ങളിൽ ചെയ്തതുപോലെ ആർഡിനോ ലാപ്പുമായി കണക്ട് ചെയ്തു. ദെൻ സൂപ്പർ കീ പ്രസ് ചെയ്തു. പിക്ടോബ്ലോക്സ് എന്ന് ടൈപ്പ് ചെയ്തു. പിക്ടോബ്ലോക്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുന്നു. പിക്ടോബ്ലോക്സ് ഇപ്പം ഓപ്പൺ ആകും. ബ്ലോക്ക് കോഡിങ്ങിൽ ക്ലിക്ക് ചെയ്തു. ബോർഡ് ആർഡിനോ യൂനോ സെലക്ട് ചെയ്തു. കണക്റ്റ് കൊടുത്തു. മോഡ് നമ്മൾ അപ്ലോഡ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ആർഡിനോ യൂനോ സ്റ്റാർട്ടപ്പ് ആക്റ്റീവായി. കോഡിംഗ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തു. ഡിജിറ്റൽ പിന്ന് 13 ഔട്ട്പുട്ട് ആസ് ഹൈ. ഇവിടെ ഡിജിറ്റൽ പിന്ന് 8 തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡിജിറ്റൽ പിന്ന് 8 നമ്മൾ ചേഞ്ച് ചെയ്തു. ഡിജിറ്റൽ പിന്ന് 8 ഔട്ട്പുട്ട് ആസ് ഹൈ. റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ്. ഡിജിറ്റൽ പിന്ന് 8 ഔട്ട്പുട്ട് ആസ് ലോ ആയി. ബസർ ഡീപ് സൗണ്ട് ഡിലേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് 1 സെക്കൻഡ് സെലക്ട് ചെയ്തു. ഇവിടെ ഡീപ് സൗണ്ടിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് 0.5ലേക്കോ 0.4ലേക്കോ ചേഞ്ച് ചെയ്യാം. അതിനനുസരിച്ച് ബീപ്പ് സൗണ്ടിൽ വ്യത്യാസം വരും. ഇനി കോഡുകളെല്ലാം ഇത് കണ്ടിന്യൂസ് നടക്കേണ്ടതിനാൽ 4 അവർ എന്ന് പറയുന്ന ലൂപ്പിലേക്ക് ഇതിനെ പെടുത്തി. പ്രോഗ്രാം നമ്മളെ ബ്ലോക്ക് കോഡിങ് പൂർത്തിയായി. തുടർന്ന് ഡീപ് സൗണ്ട് പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മളിത് ഈ കോഡ് നമ്മൾ ആർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ ഡീപ് സൗണ്ട് കേൾക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ വെയിറ്റ് 1 സെക്കൻഡാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബീപ്പ് സൗണ്ട് 1 സെക്കൻഡ് ഇടവേളകൾ കേൾക്കുന്നത്. ഈ ബീപ്പ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ ഇടവേള കൂട്ടുന്നതിന് നമുക്ക് ആ വെയിറ്റ് വേണമെങ്കിൽ 0.5ലേക്കോ 0.4ലേക്കോ ചേഞ്ച് ചെയ്യാം. അതുവഴി ഇതിൻ്റെ ബീപ്പ് സൗണ്ടിൻ്റെ ഗ്യാപ്പ് വേഗത കൂട്ടാൻ സാധിക്കും.